ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അക്കു ബ്ലോഗ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇന്ന് അച്ഛൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്ളോഗ്സാണ് ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പം എൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ല കാറ്റ്, ഇളം കാറ്റൊക്കെ കിട്ടാറുണ്ട്. അതുപോലെ മാത്രമല്ല നല്ല വ്യൂസൊക്കെ ഉണ്ട്, കുറേ വ്യൂ നമുക്ക് വരുന്നുണ്ട്. അപ്പം അതൊക്കെ കാണാൻ നിങ്ങൾ തയ്യാറാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. ഓക്കേ. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞാൽ തന്നെ നമുക്ക് വ്യൂവിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ വ്യൂവിലേക്ക് നമുക്ക് സ്റ്റാർട്ടിങ് ആയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് വ്യൂവിലേക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാം. അപ്പോൾ നമ്മുടെ വ്യൂ കാണാനായിട്ട് പോവാണ്. ഞാൻ ഈ ഒരു സ്ഥലത്തായിരുന്നു ഇരുന്നത് കേട്ടോ. ഞാൻ ഈ ഒരു സ്ഥലത്തായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇതുമായിട്ടൊരു സംഭവത്തിലാണ് ഞാൻ ഇരുന്നത്. അവിടെ നിന്ന് എണീറ്റ് ലൈറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഓക്കെ, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും എൻ്റെ സൗണ്ട് അത്ര ക്ലിയർ ആവാൻ ചാൻസ് കുറവാണ്. കാരണം എന്ന് പറയാനായിട്ട് അവിടെ മോട്ടറുണ്ട്. അതായത് ഞങ്ങളുടെ എൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്നത് മോട്ടറുണ്ട്, വലിയ മോട്ടറാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ആ മോട്ടറിൽ ഒത്തിരി സംഭവങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ശബ്ദം കാരണം എൻ്റെ ശബ്ദം അത്ര ക്ലിയറായിട്ട് കേൾക്കാൻ ചാൻസ് കുറവാണ്. അപ്പം അത് നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. എൻ്റെ ശബ്ദം ക്ലിയറായിട്ട് കേൾക്കാൻ നല്ല ചാൻസ് കുറവാണ്. അപ്പം അതൊന്ന് നിങ്ങൾ ക്ഷമിക്കാം. ഞാൻ പറ്റുന്നത്ര മാക്സിമം എൻ്റെ ശബ്ദം ഞാൻ എടുത്ത് പുറത്തോട്ട് ഞാൻ പറയാനായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വ്യൂവിലോട്ട് കിടക്കാം. ബൈ. നമ്മൾ ഓരോ സംഭവം നടന്നിങ്ങനെ കാണുകയാണ്. ഗൈസ്, എനിക്കൊരു സംഭവം കിട്ടി കേട്ടോ. മച്ചിങ്ങയല്ലേ ഇത്? മച്ചിങ്ങയാണ് ഗൈസ്, ഇത് മച്ചിങ്ങയാണ്. വലിയൊരു ഉണ്ട മച്ചിങ്ങ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ മച്ചിങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നിരുന്നു കേട്ടോ. പറമ്പിലൊക്കെ ഒത്തിരി കാണും. ഒത്തിരി എല്ലാ നാട്ടിലിപ്പോൾ കുറവായിരിക്കും, എനിക്കറിയത്തില്ല. പറമ്പിലൊക്കെ ഒത്തിരി കാണുമായിരിക്കും, എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം എൻ്റെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ ജോലി ചെയ്യുന്നിടത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം പുറം രാജ്യങ്ങളിലൊക്കെ കുറവുള്ള ഒരു സംഭവമാണ്. പുറം രാജ്യങ്ങളിലല്ല, പാലക്കാട് അവിടെയൊക്കെ ഇഷ്ടംപോലെ കിട്ടുമായിരിക്കും. പിന്നെ ഈ ഇടുക്കി ഭാഗം, കാസർഗോഡ് അവിടെയൊക്കെ കിട്ടാൻ നല്ല പാടാണ്. അപ്പം പാലക്കാട് ആ ഭാഗത്ത് ഒക്കെ കിട്ടാൻ നല്ല സിമ്പിളായിരിക്കും, എനിക്കറിയത്തില്ല. ഓക്കെ, വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് എന്ത് വ്യൂ ആസ്വദിച്ച് കാണാൻ പറ്റും കേട്ടോ. ഉണ്ടോ, നമ്മുടെ റംബുട്ടാനൊക്കെ ഇത് എടുത്തിട്ടുണ്ട്, വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സൂം ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ണ ആവശ്യത്തിട്ടുണ്ട്. എനിക്ക് സൂം ചെയ്യാൻ പറ്റത്തില്ല. സൂം ചെയ്യുന്നത് വല്ലാത്തൊരു പാടായിട്ടുള്ള സംഭവമാണ്. സൂം ചെയ്യാൻ നമുക്ക് ഈ മ്യൂസിക്കൊക്കെ കോപ്പിറൈറ്റ് പോലെ എനിക്ക് ഈ ഫോണിൽ സൂം ചെയ്യാൻ പറ്റത്തില്ല. സൂം ചെയ്യുന്നത് അത് കോപ്പിറൈറ്റ് ഉള്ളതാണ് സംഭവം. അത് സൂം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അതേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ വരുന്നത് കണ്ടേ, ഈ നല്ല കപ്പത്തോട്ടാണ്. എൻ്റെ കപ്പത്തോട്ടം കാണിച്ചു തരാം. അതൊക്കെയാണ് കപ്പത്തോട്ടം എന്ന് പറയുന്നത്. അപ്പം കപ്പത്തോട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കരുതുന്നു. ഈ ഇവിടെ ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വേർക്കും കേട്ടോ നമ്മൾ. അത് വല്ലാത്ത പ്രശ്നം തന്നെയാണ്. അതാണ് പിന്നെ കപ്പത്തോട്ടിൽ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നത് മറ്റേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പാടാണ്. മീൻകുളം കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൊന്ന് കഴിച്ച് ഒരിടത്ത് 400-ലധികം മീനുണ്ടെന്ന് തോന്നുന്നത്. അത്രയും കൂടി കിടക്കുവാണ്. കാണിച്ചത് അതൊരു പൊറോട്ടയാണ് കേട്ടോ. കുഞ്ഞ് പേപ്പർ കഷ്ണം പോലെ കിടക്കുന്നൊരു പൊറോട്ടയാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് അമ്മമാർ വഴക്കടിക്കുന്നത്. പിന്നെ നമുക്ക് ഈ എൻ്റെ അച്ഛൻ്റെ സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്ന വഴി കാണാം. അപ്പോൾ അതൊക്കെ ഭയങ്കര സംഭവമാണ്, അടിപൊളി സംഭവമാണ്. ഈ മീൻകുളത്തിലൊക്കെ നല്ല പായലൊക്കെ ഉണ്ട് കേട്ടോ. പായലൊക്കെ ഡെയിലി 1 ടൈംസാണ് നമ്മൾ കഴുകി കളയാറുള്ളത്. അപ്പം അത് എടുത്ത് കളയാറുള്ളത്. നല്ല രസമാണ്. ഇതിലിങ്ങനെ നടക്കാൻ നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ. ഇതുണ്ടോ,
ബസ്സിൻ്റെ പോകുന്ന വഴിയാണ്, ആ വഴിയാണ് ഞങ്ങൾ പോകുന്നു നടക്കുന്നൊക്കെ. അപ്പോൾ അതിൽ കൂടെ ഗേറ്റിൽ കൂടെ അങ്ങ് പോകാൻ പറ്റും. ആ കൂടെ ഗേറ്റിൽ പോകും കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ നടക്കാനായിട്ട് ഇങ്ങനെ പോകും. ഇന്നിപ്പോൾ ചുമ്മാ ഒന്ന് ഇറങ്ങിയാണ് നടക്കാനായിട്ട്. എപ്പോഴും നടക്കത്തില്ലെങ്കിലും ചുമ്മാ ഇറങ്ങും. നല്ല വെയിലാണ്. നമ്മളെ ഗേറ്റിനകത്ത് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. ഗേറ്റ് തുറന്നിട്ടേക്കാലം ഇങ്ങോട്ട് വെച്ച് നോക്കണം. ചിലപ്പോൾ പിക്കപ്പ് ചിലപ്പോൾ വരുമായിരിക്കും. അപ്പോൾ പിക്കപ്പ് നമുക്കൊന്ന് പിക്കപ്പൊക്കെ കയറ്റി വിടണ്ടേ. അപ്പം ഇവിടെ നോക്കിയാൽ വലിയൊരു മല കാണാം. മല കാണാമോ? ഇവിടെ നോക്കി നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഒരു മലയുടെ ഇടക്കാണ് നമ്മുടെ ഈ ഒരു സംഭവം നിൽക്കുന്നത്. അടിപൊളി കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഇന്നത്തെ അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്ന സംഭവം. എൻ്റെ അകത്ത് അച്ഛന് വീഡിയോ വരാനൊക്കെ താല്പര്യമൊന്നുമില്ല. താല്പര്യമുണ്ട്, പക്ഷെ എനിക്കൊരു ചമ്മലാണ്. അപ്പം അതാണ് എൻ്റെ അച്ഛൻ്റെ അത്. പിന്നെ ഇതൊക്കെ സംഭവങ്ങളൊക്കെ വെക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, പിന്നെ വരുന്നത് എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയിലായിട്ട് വരാം. ബൈ ബൈ.